കൊച്ചിയിലേക്കാണ്, കറുകപ്പള്ളിയിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു തമ്മിൽ തല്ലിൻ്റെ വക്കോളം എത്തിയ ആവേശം. അപ്പോൾ അവിടെ നിന്ന് വിനിത വിജി ഉണ്ട്. വിനിത, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ്. എന്തൊരു അടിയായിരുന്നു, ബഹളമായിരുന്നു. ജമാലിക്ക, അതായിരുന്നല്ലോ അവിടുത്തെ നമുക്ക് കിട്ടിയ പുതിയൊരു ടേം. അപ്പോൾ ജമാലിക്ക ആരാധകർ എന്ത് പറയുന്നു? മെസ്സി അടിച്ചു വീഴ്ത്താൻ തയ്യാറെന്നാണോ? തീർച്ചയായും അതിൽ സൂചിപ്പിച്ചതുപോലെ ജമാലിക്കന്റെ ആളുകളാണ് കറുകപ്പള്ളിയിലുള്ളത്. ഏതാണെങ്കിലും അർജന്റീനയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവിടെ ഉണ്ട്. വലിയ ആത്മവിശ്വാസത്തിലും വലിയ ആകാംക്ഷയിലും ഒക്കെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് ഇനി ഗംഭീരമായിട്ടുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ തിരക്കിനിടയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചു നിർത്തിയതാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ആവേശം കാണണമെങ്കിൽ കറുകപ്പള്ളിയിൽ വരണം? ആവേശം കറുകപ്പള്ളിയിൽ വളരെ നല്ല ആവേശം തന്നെയാണുള്ളത്. ഫുട്ബോൾ കളി ആയാലും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നല്ല നല്ല സ്ക്രീനുകൾ, അതായത് സിനിമാ തിയേറ്ററിലും നല്ല സ്ക്രീനൊക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇരിക്കാനും സമാധാനപരമായിട്ടിരുന്ന് കളി കാണാനുള്ള അന്തരീക്ഷം DRKയും കുഡോസും ഒക്കെ ഒരുക്കുന്നുണ്ട് ഇവിടെ. ആർക്കായിരിക്കും ഇത്തവണ സാധ്യത? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ അർജന്റീനക്കാണ് സാധ്യത എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെയാണ് അങ്ങ് വിശ്വസിക്കുന്നത്? അതെ. എവിടെ ഈ ജമാലിക്കന്റെ ആളുകളൊക്കെ എവിടെ പോയി? ജമാലിക്കന്റെ ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും കപ്പ് നമ്മുടെ ഇത് തന്നെ അടിക്കുള്ളൂ. ഒരിക്കൽ കൂടി അടിക്കുന്നു ഉറപ്പാണ്. എങ്ങനെയുണ്ട്? എന്താണ് ഒരു പ്രതീക്ഷ? തുല്യ ശക്തികളുടെ പോരാട്ടമാണ്. നമുക്ക് പറയാൻ പറ്റില്ല. തലമുറകളുടെ പോരാട്ടവും കൂടിയാണ്. ഒരു പുതിയ തലമുറയുടെ ഉദയവും കൂടിയാണ് യമാലിലൂടെ കാണുന്നത്. അപ്പോൾ മെസ്സിയുടെയും യമാലിന്റെയും കൂടി മത്സരമാകുമ്പോൾ ഒരു പുതുതലമുറക്കൊരു നേട്ടമായിട്ടാണ് യമാലിനെ എല്ലാവരും കാണുന്നത്. അപ്പൊ സ്പെയിൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പക്ഷം. മെസ്സിനെ തള്ളിക്കളയാനും പറ്റില്ല. മെസ്സി അവസാന നിമിഷം ആഞ്ഞടിക്കുന്ന ഒരു പ്രതീതി ആയതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും സ്പോർട്സിന്റെ കാര്യത്തിൽ സ്പെയിൻ എന്താണെങ്കിലും അർജന്റീനകളെക്കാളും ഒരുപാട് മുന്നിലുള്ള പല മേഖലയിൽ, അതായത് ഫുട്ബോൾ മാത്രമല്ല പല മേഖല. പക്ഷെ ഫുട്ബോളിലും അവരുടെ കളി വളരെ ബെസ്റ്റാണ്. എന്താണെങ്കിലും കണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഒരാളുടെ ഭാഗം നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കി നമുക്ക് എന്തായാലും ഫൈനലിൽ നല്ല എല്ലാവരും നല്ല രീതിയിൽ കളിക്കട്ടെ, അവർക്ക് നല്ല രീതിയിൽ ജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഇത്ര മാത്രമേ പറയൂ. തീർച്ചയായും ഇന്നൊരു തീപാറുന്ന പോരാട്ടം ഇവിടെ നടക്കാൻ പോകുന്നത്. മുൻതൂക്കം അർജന്റീനയ്ക്ക് തന്നെയായാലും സ്പെയിൻ ഒട്ടും മോശമല്ല. ഞങ്ങൾ ഈ സ്പോർട്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞങ്ങൾക്കൊരു സ്കൂളുണ്ട് ഇവിടെ. സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആ സ്കൂളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളി കാണാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായും ആ സ്കൂൾ മൊത്തം ഞങ്ങൾ ഇന്ന് നാളെ അവധി കൊടുത്തേക്കാണ്. സ്പോർട്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പിള്ളേരെ കളി കാണട്ടെ എന്നുള്ളതല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.